ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ചരിത്രത്തിൽ ധീരനും മഹാപുരോഹിതനുമായിരുന്ന ഫിനെഹാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കിന്ന് വിലയിരുത്താം. ഹെബ്രായ ഭാഷയിൽ പിൻഹാസ് എന്ന പേരിൻ്റെ അർത്ഥം പിത്തള കൊണ്ടുള്ള വായ അല്ലെങ്കിൽ ന്യായവിധിയുടെ വായ എന്നാണ്. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുന്നതിനായി സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി, ദൃഢത, ധൈര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഉടമ്പടിക്ക് വേണ്ടി ശക്തമായി പ്രതികരിക്കുകയും ദൈവജനത്തിൻ്റെ ആത്മീയ ജീവിതം സംരക്ഷിക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം പിന്നീട് നിറവേറ്റുന്ന ദൗത്യത്തെ അദ്ദേഹത്തിൻ്റെ പേര് പ്രതിഫലിപ്പിക്കുന്നു. ഇനി ഫിനെഹാസിൻ്റെ വംശപരമ്പരയും കുടുംബ പശ്ചാത്തലവും നോക്കാം. ഫിനെഹാസ് മഹാപുരോഹിതനായ എലയാസറിൻ്റെ മകനും ആദ്യത്തെ മഹാപുരോഹിതനായ അഹറോൻ്റെ കൊച്ചുമകനുമായിരുന്നു. അഹറോൻ്റെ പിൻഗാമി എന്ന നിലയിൽ ദൈവശുശ്രൂഷയ്ക്ക് നിയുക്തനായ വിശുദ്ധ പുരോഹിത വംശത്തിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം. ഇതൊരു ബഹുമതിയും വലിയ ഉത്തരവാദിത്വവുമായിരുന്നു. ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യസ്ഥനാകാനും സത്യ ആരാധനയിൽ അവരെ നയിക്കാനും ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചു. വിശുദ്ധ മന്ദിരത്തിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ പരിപാലിക്കാൻ ലേവി ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൊഹാത്യ കുടുംബത്തിൽപ്പെട്ടയാളാണ് ഫിനെഹാസ്. അതിനാൽ വിശുദ്ധ പെട്ടകം, യാഗപീഠം, തിരുപ്പാത്രങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നവരുടെ പാരമ്പര്യത്തിലാണ് അദ്ദേഹം വളർന്നത്. അതിനാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള ആദരവ് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭാഗമായിരുന്നു. ബാൽപയോറിൽ ഫിനെഹാസ് ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിർണായക ഇടപെടലിന് ശേഷം ദൈവം അദ്ദേഹവുമായി ഒരു സമാധാന ഉടമ്പടി സ്ഥാപിച്ചു. അത് അദ്ദേഹത്തിനും സന്തതികൾക്കും നിത്യപൗരോഹിത്യം ഉറപ്പാക്കുന്നതായിരുന്നു. യെസ്രായുടെ വംശാവലിയിൽ കാണുന്നത് പോലെ പ്രവാസാനന്തര കാലഘട്ടം വരെ വ്യാപിച്ച ഒരു പൈതൃക നിധിയായിരുന്നു അത്. അങ്ങനെ ഒരു പുരോഹിതൻ്റെ തീക്ഷ്ണത ഇസ്രായേലിൽ തലമുറകളായി കൈമാറ്റപ്പെട്ട വിശുദ്ധ സേവനത്തിനുള്ള അടിത്തറയായി മാറി. ഷിത്തിമിലെ ഫിനെഹാസിൻ്റെ ധീര നടപടി നോക്കാം. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിലെ ഏറെ ഗൗരവമേറിയതും വേദനാജനകവുമായ ഒരു സന്ദർഭത്തിലെ നിർണായക ഇടപെടലിലൂടെ ഫിനെഹാസ് പ്രശസ്തനായി. ജനങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമായിരുന്നു അത്. അതേസമയം കടുത്ത ആത്മീയ പരീക്ഷണത്തിൻ്റെ സമയവുമായിരുന്നു. ജോർദാൻ നദി കടക്കുന്നതിന് തൊട്ട് മുൻപ് ഇസ്രായേല്യർ മൊവാബ് സമതലത്തിലെ ഷിത്തിമിൽ പാളയമടിച്ചിരിക്കുമ്പോൾ മരുഭൂമിയിലെ ഏറ്റവും ഗുരുതരമായ പാപങ്ങളിൽ ഒന്നിലേക്ക് അവർ നിബന്ധിച്ചു. മൊവാബ്യ മിദ്യാന്യ സ്ത്രീകളാൽ സ്വാധീനിക്കപ്പെട്ട് അവർ അധാർമിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ക്രമേണ പുറജാതീയ ആരാധനയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബിയ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറയിലെ ബാലിന് സേവ ചെയ്തു. ധാർമ്മിക ബന്ധനത്തിൽ ആരംഭിച്ചത് വിഗ്രഹാരാധനയിൽ ചെന്നെത്തിച്ചു. ഈജിപ്തിൽ നിന്ന് തങ്ങളെ സ്വതന്ത്രരാക്കി പരിപാലിച്ചു വന്ന കർത്താവുമായുള്ള ഉടമ്പടി ഇസ്രായേൽ അങ്ങനെ ലംഘിക്കുകയായിരുന്നു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. തൽഫലമായി പാളയത്തിൽ ഉടനീളം ഒരു മാരകമായ ബാധ പടർന്നു. കർത്താവിൻ്റെ ഉഗ്രകോപം ഇസ്രായേലിൽ നിന്ന് മാറുന്നതിന് ജനത്തിൻ്റെ നേതാക്കളെ വിളിച്ചുകൂട്ടി ഉത്തരവാദികളായവരെ ശിക്ഷിക്കാൻ കർത്താവ് മോശയോട് കൽപ്പിച്ചു. ബാൽപയോറിൻ്റെ ആരാധനയിൽ ചേർന്നവരെ വധിക്കാൻ മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് നിർദ്ദേശിച്ചു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ജനം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് കരുണ യാചിച്ചു. അതേസമയം ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടന്നു. ശെമിയോൻ ഗോത്രത്തിലെ ഒരു നേതാവായ സാലിമിൻ്റെ മകൻ സിമ്രി മിദ്യാന്റെ പ്രഭുവിൻ്റെ മകളായ കോസ്ബിയെ പാളയത്തിലേക്ക് പരസ്യമായി കൊണ്ടുവന്നു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യം 14 മുതൽ 15 വരെ വാക്യങ്ങളും. മോശയുടെ മുഴുവൻ ജനതയുടെയും മുമ്പാകെ അവൻ ഇത് പരസ്യമായി ചെയ്തു. ദൈവം ജനങ്ങളെ ശിക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അന്യജാതിക്കാരിയെ തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ സിമ്രി ദൈവത്തിൻ്റെ ഉടമ്പടിയോടും മോശയുടെ അധികാരത്തോടും പരസ്യമായ അനാദരവ് കാണിച്ചു. അനുദപിക്കേണ്ടിയിരുന്ന സമയത്ത് പോലും ഇസ്രായേൽ എത്ര ആഴത്തിൽ പാപത്തിൽ വീണുവെന്ന് അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അപ്പോൾ ഫിനെഹാസ്
സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 7 വാക്യം. കർത്താവിനോടും ഇസ്രായേലിൻ്റെ വിശുദ്ധിയോടുമുള്ള തീഷ്ണതയാൽ പ്രേരിതനായി അദ്ദേഹം ഒരു കുന്തം കയ്യിലേന്തി ദമ്പതികൾ പോയ കൂടാരത്തിൽ പ്രവേശിച്ചു. അവർ ഇരുവരെയും ഉദരം തുളഞ്ഞ് കടക്കും വിധം കുത്തിക്കൊണ്ട് അവരുടെ പാപപ്രവൃത്തി പെട്ടെന്ന് അവസാനിപ്പിച്ചു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 8 വാക്യം. ഈ തീഷ്ണമായ പ്രവൃത്തിയിലൂടെ ഫിനെഹാസ് അപ്പോൾ ഉടമ്പടിയെ പ്രതിരോധിച്ചു. അതിനാൽ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ബാധ ഉടനടി നിന്നു. എങ്കിലും പാപം മൂലം 24,000 പേർ ഇതിനകം മരിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 9 വാക്യം. കർത്താവ് ആഗ്രഹിച്ചതുപോലെ വിശുദ്ധിയെക്കുറിച്ചുള്ള അതേ കരുതലോടെ ഫിനെഹാസ് പ്രവർത്തിച്ചതിനാൽ ദൈവം തൻ്റെ നീതിയുള്ള കോപത്തിൽ മുഴുവൻ ജനതയെയും നശിപ്പിച്ചില്ല. മാത്രമല്ല, കർത്താവ് ഫിനെഹാസിന് ഒരു സമാധാന ഉടമ്പടി സ്ഥാപിച്ചു. അത് അവന് മാത്രമല്ല, അവൻ്റെ പിൻഗാമികൾക്കും ഒരു നിത്യ പൗരോഹിത്യത്തിൻ്റെ അവകാശമായി നൽകി. ഫിനെഹാസ് തൻ്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനും ഇസ്രായേലിയർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തവനുമായതിനാൽ അവൻ്റെ പൗരോഹിത്യ പരമ്പര ദൈവത്തിൻ്റെ പ്രീതിയുടെയും പ്രശസ്തിയുടെയും ഒരു ശാശ്വത അടയാളമായി തുടർന്നു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം സങ്കീർത്തകൻ ഈ സംഭവത്തിൻ്റെ ശാശ്വത പ്രാധാന്യം അനുസ്മരിച്ചുകൊണ്ട് ഇപ്രകാരം രചിച്ചു: അവർ പെയോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്കർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. അപ്പോൾ ഫിനെഹാസ് ഇടപെട്ടു. അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവർ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. സങ്കീർത്തനം 106 28 മുതൽ 31 വരെ വാക്യങ്ങൾ. ഈ ബാധയ്ക്ക് ശേഷമുണ്ടായ സെൻസസ് നോക്കാം. ബാധയ്ക്ക് ശേഷം ഇസ്രായേലിൽ ഒരു സെൻസസ് നടന്നു. സംഖ്യയുടെ പുസ്തകം 26 അധ്യായം 1-2 വാക്യങ്ങൾ. ബാൽപയോറിലെ അവരുടെ പാപത്തെ തുടർന്നുണ്ടായ ന്യായവിധിയുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഒരു തലമുറയുടെ അന്ത്യത്തെയും മറ്റൊന്നിൻ്റെ ഉദയത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഓർമ്മയിൽ ജനത്തിൻ്റെ കണക്കെടുപ്പ് വീണ്ടും നടന്നു. അവരെ തിരുത്തുന്നതിൽ കർത്താവിൻ്റെ നീതിയും അവർക്കൊരു പുതിയ തുടക്കം നൽകുന്നതിൽ അവിടുത്തെ കരുണയും വ്യക്തമാക്കി. സെൻസസിൽ ഫിനെഹാസിനെ പരാമർശിച്ചിട്ടില്ലെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് ബാധയെ തടഞ്ഞത്. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 7-8 വാക്യങ്ങൾ. അതേ തുടർന്ന് ശേഷിച്ചവരെയാണ് എണ്ണി തിട്ടപ്പെടുത്തിയത്. അവർ സംരക്ഷിക്കപ്പെട്ടത് ഫിനെഹാസിൻ്റെ ഇടപെടൽ മൂലമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും പ്രധാന പുരോഹിതനുമായ എലയാസറിൻ്റെ കീഴിലാണ് സെൻസസ് നടന്നത്. സംഖ്യയുടെ പുസ്തകം 26 അധ്യായം 1 വാക്യം 63 വാക്യം. ദൈവം ഫിനെഹാസിന് നൽകിയ സമാധാന ഉടമ്പടിയാൽ ശക്തിപ്പെടുത്തപ്പെട്ട പുരോഹിത പരമ്പരയുടെ തുടർച്ചയായ നേതൃത്വത്തെ ഇത് കാണിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. ജോഷുവയുടെ നേതൃത്വത്തിന്മേലുള്ള പൗരോഹിത്യ അധികാരം. മോശയുടെ ജീവിതാന്ത്യത്തോടടുത്തപ്പോൾ തൻ്റെ ജനത്തെ നയിക്കുന്നത് തുടരാൻ കർത്താവ് ജോഷുവയെ തിരഞ്ഞെടുത്തു. സൈനിക സിവിൽ കാര്യങ്ങളിൽ ജോഷുവ ഇസ്രായേലിനെ നയിക്കുമെങ്കിലും അവൻ സ്വന്തം അധികാരത്തിൽ നയിക്കാൻ പാടില്ലായിരുന്നു. പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പാകെ ജോഷുവ നിൽക്കാൻ കർത്താവ് കൽപ്പിച്ചു. മഹാപുരോഹിതൻ അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉരിയും വഴി ദൈവഗീതം തേടും. സംഖ്യാപുസ്തകം 27-21 വാക്യം. പുരോഹിതൻ മുഖേന നൽകപ്പെടുന്ന കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ജോഷുവയും മുഴുവൻ സമൂഹവും യുദ്ധത്തിന് പോയതും മടങ്ങിയിരുന്നതും. ഈ രീതിയിൽ ഇസ്രായേലിൻ്റെ നേതൃത്വം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലായിരുന്നു. മഹാപുരോഹിതൻ ധരിക്കുന്ന ന്യായവിധിയുടെ മാർച്ചട്ടയിൽ സ്ഥാപിച്ചിരുന്ന ഉരിയും കർത്താവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു വിശുദ്ധ മാർഗമായി വർത്തിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 28 അധ്യായം 30 വാക്യം. അങ്ങനെ വാഗ്ദത്ത ദേശത്തേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രവേശനം സൈനിക ആസൂത്രണത്തെയോ മനുഷ്യജ്ഞാനത്തെയോ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് പുരോഹിതൻ മുഖേനയുള്ള പ്രാർത്ഥനാപൂർവമായ കൂടിയാലോചനയെ കൂടി ആശ്രയിച്ചായിരുന്നു. ഈ ക്രമീകരണം ഫിനെഹാസിനെ ഒരു ശാശ്വത അധികാരമുള്ള കുടുംബത്തിൻ്റെ ഭാഗമാക്കി. ജോഷുവയ്ക്ക് വേണ്ടി കർത്താവിനോട് ആലോചിച്ച മഹാപുരോഹിതനായ എലയാസർ ഫിനെഹാസിൻ്റെ പിതാവായിരുന്നു. ഫിനെഹാസിൻ്റെ തീഷ്ണത നിമിത്തം ദൈവത്തിൽ നിന്ന് ഒരു സമാധാന ഉടമ്പടിയും ശാശ്വത പൗരോഹിത്യത്തിൻ്റെ വാഗ്ദാനവും അദ്ദേഹത്തിന് ഇതിനകം ലഭിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 25 അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. ആ ഉടമ്പടി ചരിത്രപരമായി തുടർന്നു. മിദ്യാനെതിരെയുള്ള യുദ്ധത്തിൽ ഫിനെഹാസിൻ്റെ പങ്ക് നോക്കാം. മിദ്യാന്യർ ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്കും അധാർമികതയിലേക്കും ആകർഷിച്ച ബാൽപയോറിലെ ഗുരുതരമായ പാപത്തിന് ശേഷം മിദ്യാനെതിരെ പ്രവർത്തിക്കാൻ കർത്താവ് മോശയോട് കൽപ്പിച്ചു.
അത് ഭൂമി പിടിച്ചെടുക്കാനുള്ള യുദ്ധമായിരുന്നില്ല, മറിച്ച് അവർ ബാധയ്ക്ക് കാരണമായി മുൻപ് തങ്ങൾക്ക് വരുത്തിയ ആത്മീയ ദ്രോഹത്തിനുള്ള ശിക്ഷയായിരുന്നു. സംഖ്യയുടെ പുസ്തകം 31 അധ്യായം 1 വാക്യം. മോശ ഓരോ ഗോത്രത്തിൽ നിന്നും 1000 പേരെ വീതം തിരഞ്ഞെടുത്ത് അവരെ ഫിനെഹാസിനൊപ്പം യുദ്ധത്തിനയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചനാ കാഹളങ്ങളും വഹിച്ചിരുന്നു. സംഖ്യയുടെ പുസ്തകം 31 അധ്യായം 6 വാക്യം. സൈനിക മേധാവിയായിട്ടല്ല, മറിച്ച് പുരോഹിത പ്രമുഖനായിട്ടാണ് ഫിനെഹാസ് പോയത്. വിശുദ്ധ പാത്രങ്ങളും കാഹളങ്ങളും സൂചിപ്പിച്ചത് ഇസ്രായേൽ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് പോരാടുക എന്നാണ്. ഈ വിധത്തിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയെ യുദ്ധം സംരക്ഷിക്കുന്നതായി കാണപ്പെട്ടു. ഷീലോയിലെ വിശുദ്ധ മന്ദിരത്തിൽ ഫിനെഹാസിൻ്റെ പങ്ക്. കാനാൻ കീഴടക്കിയതിന് ശേഷം ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ജോഷുവ 18:1. അങ്ങനെ ഷീലോ ദേശം ഇസ്രായേലിൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട് സമാഗമന കൂടാരവും ഉടമ്പടി പെട്ടകവും സ്ഥാപിച്ചു. അവിടെ ശേഷിച്ച പ്രദേശങ്ങൾ ഗോത്രങ്ങൾക്കായി വിതരണം ചെയ്യപ്പെട്ടു. വാഗ്ദത്ത ദേശത്ത് സ്ഥിരമാക്കിയ ഈ നവജീവിതത്തിൽ ഇസ്രായേലിൻ്റെ ആരാധനയും ആത്മീയതയും സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള മഹാപുരോഹിത കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ഫിനെഹാസ്. നിത്യപൗരോഹിത്യം എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ചവൻ എന്ന നിലയിൽ അദ്ദേഹം ബഹുമാന്യനും മഹാപുരോഹിത പരമ്പരയിൽ ആധികാരികമായി നിലനിന്നവനുമായിരുന്നു. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ നാൾ മുതൽ ഇസ്രായേൽ ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴും പുരോഹിത നേതൃത്വത്തിൻ്റെ സ്ഥിരമായ തുടർച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദർശിക്കാം. അടുത്തതായി യോർദാനിലെ യാഗപീഠ വിഭാഗത്തിൽ ഫിനെഹാസിൻ്റെ നേതൃത്വം. വാഗ്ദത്ത ദേശത്തെ കുടിയേറ്റ സമയത്ത് ഇസ്രായേലിൻ്റെ ഐക്യത്തിൻ്റെയും ആരാധനയുടെയും കാവൽക്കാരനായി ഫിനെഹാസ് വീണ്ടും ഉയർന്നു വന്നു. റൂബൻ, ഗാദ്, മനേസായുടെ അർദ്ധഗോത്രം എന്നിവർ ഇസ്രായേലിലെ മറ്റുള്ളവരെ കീഴടക്കലിൽ സഹായിച്ചതിന് ശേഷം യോർദാൻ കിഴക്കുള്ള തങ്ങളുടെ പ്രദേശത്തേക്ക് മടങ്ങി. അവരുടെ അവകാശത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നതിന് മുൻപ് അവർ യോർദാൻ നദിക്ക് സമീപം വലിയൊരു യാഗപീഠം നിർമ്മിച്ചു. ജോഷുവ 22:10. മറ്റു ഗോത്രങ്ങൾ യാഗപീഠത്തെക്കുറിച്ച് കേട്ടപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് മാത്രമേ യാഗം അർപ്പിക്കാവൂ എന്ന കൽപ്പനയ്ക്കെതിരെ ഒരു എതിർ ആരാധനാലയം സ്ഥാപിച്ചെന്ന് ഭയപ്പെട്ടു. അവർ അത് സ്ഥാപിച്ച കിഴക്കൻ ഗോത്രങ്ങളുടെ മത്സരവും വിശ്വാസരാഹിത്യവും സംശയിച്ചു. അത് ഇസ്രായേൽ ജനതയുടെ ഐക്യത്തിന് ഗുരുതര ഭീഷണിയായി. അവർ ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറായി ഷീലോയിൽ സമ്മേളിച്ചു. ജോഷുവ 22:12. സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ ഈ വിഷയം അന്വേഷിക്കുവാൻ പടിഞ്ഞാറൻ ഗോത്രങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു സംഘത്തെ നയിച്ചത് ഫിനെഹാസ് ആയിരുന്നു. ജോഷുവ 22 അധ്യായം 13-14 വാക്യങ്ങൾ. ഉടമ്പടി വിശ്വസ്തയുടെ സംരക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസത്തെയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കുന്നത്. ബാൽപയോറിലെ വിശ്വാസത്യാഗം ഒരിക്കൽ ധീരമായി അവസാനിപ്പിച്ച അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. പെയോർ പോലുള്ള മുൻകാല വിധികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും കർത്താവിനെതിരായ മത്സരത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അദ്ദേഹം കിഴക്കൻ ഗോത്രങ്ങളെ ശക്തമായി അഭിസംബോധന ചെയ്തു. ജോഷുവ 22 അധ്യായം 16-20 വരെ വാക്യങ്ങൾ. വിശുദ്ധിയോടുള്ള തീഷ്ണതയും മുഴുവൻ സമൂഹത്തെക്കുറിച്ചുള്ള ആശങ്കയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു. ചുരുക്കം ചിലരുടെ പാപം എല്ലാവർക്കും കഷ്ടപ്പാടുകൾ വരുത്തി വയ്ക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഫിനെഹാസ് വിവേകത്തോടെ പ്രതിയോഗികളെ ശ്രവിച്ചു. തങ്ങൾ നിർമ്മിച്ചത് യാഗാർപ്പണത്തിനല്ലെന്നും അത് തങ്ങൾക്കും മറ്റു ഗോത്രങ്ങൾക്കും ഇടയിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഉദ്ദേശിച്ചത് എന്നും കിഴക്കൻ ഗോത്രങ്ങൾ വിശദീകരിച്ചു. ജോഷുവ 22 അധ്യായം 21-29 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ വിശദീകരണം ശ്രവിച്ചപ്പോൾ ഫിനെഹാസ് അവരുടെ ആത്മാർത്ഥത തിരിച്ചറിയുകയും തന്മൂലം ഒരു കലാപം ഒഴിവായതിൽ കർത്താവ് അവരുടെ മധ്യേ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജോഷുവയുടെ പുസ്തകം 22 അധ്യായം 30-31 വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും സന്തുലിത നേതൃത്വവും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുകയും വിശ്വാസം പുനഃസ്ഥാപിക്കുകയും ഗോത്രങ്ങൾക്കിടയിൽ കൂട്ടായ്മ സംരക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലൂടെ തീഷ്ണതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, ഉടമ്പടി വിശുദ്ധിയും ദേശീയ ഐക്യവും കാത്തുസൂക്ഷിച്ച വിവേകവതിയായൊരു മധ്യസ്ഥൻ എന്ന നിലയിലും ഫിനെഹാസ് വേറിട്ട് നിൽക്കുന്നു. എഫ്രൈം കുന്നിൻ പ്രദേശങ്ങളിലെ ഫിനെഹാസിൻ്റെ ശുശ്രൂഷ നോക്കാം. ഫിനെഹാസിൻ്റെ ജീവിതത്തിലെ അവസാന ഘട്ടം എഫ്രൈം മലമ്പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പ്രദേശം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ അവകാശത്തിൻ്റെ തുടർച്ചയുടെ പ്രതീകമാണ്. ജോഷുവ 24:33 ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അഹ്റോൻ്റെ മകനായ എലയാസറും മരിച്ചു. അവർ അവനെ ഗിബെയയിൽ സംസ്കരിച്ചു. അത് അവൻ്റെ മകൻ ഫിനെഹാസിന് എഫ്രൈം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു.
ഫിനെഹാസിന് അവിടെ അവകാശം ലഭിച്ചിരുന്നുവെന്നും അവൻ്റെ പിതാവിനെ തൻ്റെ പ്രദേശത്തിനുള്ളിൽ സംസ്കരിച്ചുവെന്നും ഈ ഹ്രസ്വ വിവരണം വ്യക്തമാക്കുന്നു. വാഗ്ദത്ത ദേശത്ത് മഹാപുരോഹിത കുടുംബത്തിൻ്റെ സ്ഥിരമായ തുടർച്ചയെ ഈ പരാമർശം എടുത്തു കാണിക്കുന്നു. ഫിനെഹാസിന് ദൈവം നൽകിയ ഉടമ്പടി മരുഭൂമിയിൽ അവസാനിച്ചില്ല, മറിച്ച് കാനാനിലെ ഇസ്രായേലിൻ്റെ സ്ഥിര ജീവിതത്തിലേക്ക് തുടർന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീക്ഷ്ണതയോടെ ആരംഭിച്ച പ്രവർത്തനം ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് വേരൂന്നിയ ഒരു നിലനിൽക്കുന്ന പൗരോഹിത്യ പൈതൃകമായി വളർന്നു. ബെഞ്ചമിൻ ഗോത്രവുമായി ഉണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ ഫിനെഹാസിൻ്റെ പങ്ക് നോക്കാം. ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രത്തിലെ ഇരുളടഞ്ഞതും വേദനാജനകവുമായ ഒരു കാലഘട്ടത്തിൽ ഫിനെഹാസിൻ്റെ പങ്ക് ന്യായാധിപന്മാരുടെ 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ബെഞ്ചമിൻ പ്രദേശത്തെ ഗിബെയ പട്ടണത്തിലൂടെ ഒരു ലേവായൻ തൻ്റെ ഉപഭാര്യയുമായി യാത്ര ചെയ്യുകയായിരുന്നു. രാത്രി അവിടെ തങ്ങിയപ്പോൾ ഒരു വൃദ്ധൻ അവർക്ക് താമസ സൗകര്യം നൽകി. എന്നാൽ രാത്രിയിൽ നഗരത്തിലെ ദുഷ്ടന്മാർ ആ വീട് വളഞ്ഞ് ലേവിനെ അപമാനിക്കാൻ ശ്രമിച്ചു. ന്യായാധിപന്മാർ 19-ാം അധ്യായം 22-ാം വാക്യം. ഭയാനകമായ ആ ആക്രമണത്തിൽ ലേവിൻ്റെ ഉപഭാര്യയെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ടി വന്നു. രാത്രി മുഴുവൻ അവർ അവളെ മാനഭംഗപ്പെടുത്തി. രാവിലെയോടെ അവൾ വീടിൻ്റെ വാതിൽക്കിലെത്തിയെങ്കിലും അവിടെ മരിച്ചു വീണു. ന്യായാധിപന്മാർ 19-ാം അധ്യായം 25 മുതൽ 28 വരെ വാക്യങ്ങൾ. കുറ്റകൃത്യത്തിൽ അഗാധമായി ഞെട്ടി ദുഃഖിച്ച ലേവ്യൻ അവളുടെ മൃതദേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുഴുവൻ ജനതയുടെയും മനസാക്ഷി ഉണർത്താൻ അവൻ അവളുടെ മൃതദേഹം 12 കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഉടനീളം അയച്ചു. ന്യായാധിപന്മാർ 19:29. ഇസ്രായേലിലെ ന്യായവിധി നടപ്പിലാക്കുന്നതിന് പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഈ ഞെട്ടിക്കുന്ന പ്രവൃത്തി വഴി അയാൾ ഉദ്ദേശിച്ചത്. അത് ഫലം കണ്ടു. ജനം കോപത്തോടും ദുഃഖത്തോടും കൂടി പ്രതികരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും നീതി എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാനും ഗോത്രങ്ങൾ മിസ്പയിൽ ഏക മനസ്സോടെ ഒത്തുകൂടി. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. വസ്തുതകൾ കേട്ടതിന് ശേഷം അവർ ബെഞ്ചമിൻ ഗോത്രത്തോട് ഇപ്രകാരം പറഞ്ഞു: ഗിബിയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല. ന്യായാധിപന്മാർ 20, 12, 13 വാക്യങ്ങൾ. തെറ്റ് തിരുത്തുന്നതിന് പകരം കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. അവരുടെ വിസമ്മതം ബെഞ്ചമിൻ ഗോത്രവും മറ്റ് ഇസ്രായേലിലും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ടതിനാൽ അത് ഒരു ദേശീയ പ്രതിസന്ധിയായി മാറി. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിയർ കർത്താവിൻ്റെ മാർഗനിർദ്ദേശം തേടാൻ ബഥേലിലേക്ക് പോയി. തങ്ങളുടെ സഹോദരർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നതിനാൽ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ന്യായാധിപന്മാർ 20-ാം അധ്യായം 26-ാം വാക്യം. ഈ സമയത്ത് ഫിനെഹാസ് ഉടമ്പടി പട്ടണത്തിന് മുന്നിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ന്യായാധിപന്മാർ 20-28. ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധം തുടരണമോ എന്ന് അദ്ദേഹം കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് യുദ്ധത്തിന് അനുവദിക്കുകയും വിജയം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആന്തരിക സംഘർഷത്തിൻ്റെയും ധാർമ്മിക തകർച്ചയുടെയും ഈ വേദനാജനകമായ സംഭവത്തിൽ ദേശീയ ദുഃഖത്തിൻ്റെയും വിഭജനത്തിൻ്റെയും മധ്യത്തിൽ പോലും ദൈവഹിതം തേടാൻ ജനങ്ങളെ നയിച്ചുകൊണ്ട് പുരോഹിത മധ്യസ്ഥനായി ഫിനെഹാസ് നിലകൊണ്ടു. ധാർമ്മിക പരാജയത്തിൻ്റെയും വിഭജനത്തിൻ്റെയും സമയത്ത് പോലും ദൈവഹിതം തേടാൻ ഇസ്രായേൽ അപ്പോഴും പൗരോഹിത്യത്തിലേക്ക് തിരിഞ്ഞുവെന്ന് ഫിനെഹാസിൻ്റെ പങ്ക് കാണിക്കുന്നു. ഫിനെഹാസിൻ്റെ നിശബ്ദമായ അന്ത്യവും നിലനിൽക്കുന്ന പാരമ്പര്യവും. ഫിനെഹാസിൻ്റെ മരണമോ മൃതസംസ്കാരമോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് പുരോഹിത അധികാരം ഔപചാരികമായി കൈമാറിയതിനെക്കുറിച്ചും വിവരിക്കുന്നില്ല. ബെഞ്ചമിൻ ഗോത്രവുമായുള്ള സംഘർഷത്തിൽ പെട്ടകത്തിന് മുന്നിൽ കർത്താവിൻ്റെ മാർഗനിർദ്ദേശം തേടുന്ന ന്യായാധിപന്മാർ 20-28 വിവരണത്തിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം ഫിനെഹാസിൻ്റെ പിൽക്കാല ജീവിതത്തെ പരാമർശിക്കുന്നില്ല. മോശ, അഹറോൻ, എലയാസർ എന്നിവരുടെ മരണങ്ങൾ വ്യക്തമായി വിവരിച്ചിരുന്നെങ്കിലും ഫിനെഹാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദത പാലിക്കുന്നു. എങ്കിലും ഫിനെഹാസിൽ നിന്ന് പിന്തുടർന്ന പുരോഹിത വംശത്തെ വ്യക്തമായി തുടർന്നും പരാമർശിക്കുന്നുണ്ട്. ഈ പിന്തുടർച്ചാ പരാമർശങ്ങൾ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയിലും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പൗരോഹിത്യത്തിൻ്റെ ശാശ്വത തുടർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ഫിനെഹാസ് എങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു എന്ന് നോക്കാം. ഫിനെഹാസിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ജീവിതശേഷവും ഇസ്രായേൽ ചരിത്രത്തിൽ നിലനിന്നു. പിൽക്കാല രചനകളിലും ബൈബിൾ അദ്ദേഹത്തെ ആദരവോടെ പരാമർശിക്കുന്നുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകത്തിൽ അദ്ദേഹത്തെ അഹറോൻ്റെ പുരോഹിത കുടുംബ പരമ്പരയിൽ വ്യക്തമായി പട്ടികപ്പെടുത്തുന്നുണ്ട്.
1 ദിനവൃത്താന്തം 6-ാം അധ്യായം 4-ാം വാക്യം 50-ാം വാക്യം. അതിൽ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം 20-ാം വാക്യം. ഇസ്രായേൽ അദ്ദേഹത്തെ ബഹുമാന്യനും ദൈവ സാന്നിധ്യമുള്ള പുരോഹിതനുമായി അനുസ്മരിച്ചുവെന്ന് ഇത് കാണിക്കുന്നു. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷവും ഫിനെഹാസിൻ്റെ പേരിന് പ്രാധാന്യം നൽകിയിരുന്നു. ന്യായപ്രമാണവും യഥാർത്ഥ ആരാധനയും പുനഃസ്ഥാപിക്കാൻ എസ്ര ജെറുസലമിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ കുടുംബ പരമ്പരയെ അഹ്റോനിലേക്ക് എത്തിച്ചത് ഫിനെഹാസിനെ പരാമർശിച്ചുകൊണ്ടാണ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ, 8-ാം അധ്യായം 2-ാം വാക്യം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തൻ്റെ പൗരോഹിത്യ അധികാരം നിയമാനുസൃതമാണെന്നും അതേ വിശുദ്ധ പരമ്പരയുടെ ഭാഗമാണെന്നും എസ്ര കാണിച്ചു. ഫിനെഹാസിലൂടെയുള്ള തൻ്റെ വംശാവലി പിന്തുടർന്നുകൊണ്ട് ഫിനെഹാസിൻ്റെ തീക്ഷ്ണത നിമിത്തം ദൈവം നൽകിയ നിത്യ പൗരോഹിത്യ ഉടമ്പടിയെക്കുറിച്ചും എസ്ര ജനങ്ങളെ അനുസ്മരിപ്പിച്ചു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. ഫിനെഹാസുമായി ബന്ധപ്പെട്ട യഹൂദ പാരമ്പര്യങ്ങൾ നോക്കാം. റബിനിക് മിദ്രാഷ് രചനകൾ ഫിനെഹാസിൻ്റെ പ്രാധാന്യം വികസിപ്പിക്കുന്നുണ്ട്. ചില പാരമ്പര്യങ്ങൾ ഫിനെഹാസിനെ എലിയ പ്രവാചകനുമായി താരതമ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായുള്ള അവർ ഇരുവരുടെയും തീക്ഷ്ണമായ പ്രതിരോധത്തിനും വിഗ്രഹാരാധനയോടുള്ള അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പിനും സമാനതകളുണ്ട്. മറ്റു സ്രോതസ്സുകൾ അവരെ ചരിത്രപരമായി വേർതിരിക്കുമ്പോൾ അവർ ഒരു പൊതു ആത്മീയ ദൗത്യം പങ്കിട്ട ചൈതന്യം പങ്കിടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ബൈബിളിലെ ചില അരമായ പരിഭാഷകളിൽ പ്രതിധ്വനിക്കുന്ന ഈ ആശയം ക്രിസ്തുവിലുള്ള ആത്യന്തിക വീണ്ടെടുപ്പിൻ്റെ പ്രതീക്ഷകളുമായി അടുത്ത ബന്ധമുള്ള ഒരു ദൈവദൂതൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതായി ഫിനെഹാസിനെ ചിത്രീകരിക്കുന്നു. അക്ഷരാർത്ഥത്തിലോ പ്രതീകാത്മകമോ ആയാലും ഈ പാരമ്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത യഹൂദ ഭാവനയെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു. ഇനി ഫിനെഹാസിനെ കുറിച്ചുള്ള കത്തോലിക്കാ സഭയുടെ വീക്ഷണം നോക്കാം. സത്യവും നിത്യവുമായ മഹാപുരോഹിതനായ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന രക്ഷയുടെ വിശാല കാഴ്ചപ്പാടിൽ കത്തോലിക്ക പ്രബോധനം ഫിനെഹാസിനെ മനസ്സിലാക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുകയും സമാധാന ഉടമ്പടി കൊണ്ടുവരികയും ചെയ്ത ബാൽപയോറിലെ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് നയിക്കുന്ന ഒരു അടയാളമായി കാണുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയോടുള്ള ഫിനെഹാസിൻ്റെ തീക്ഷ്ണതയെ ചില ക്രിസ്തീയ ദർശനങ്ങൾ യേശു ദൈവാലയം ശുദ്ധീകരിച്ചതിനോട് താരതമ്യപ്പെടുത്തുന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. സങ്കീർത്തനങ്ങൾ 69:9, യോഹന്നാൻ 2:17. ഫിനെഹാസിലൂടെ നൽകപ്പെടുന്ന സമാധാനം ക്രിസ്തു തൻ്റെ കുരിശിലൂടെ നൽകുന്ന ആഴമേറിയ സമാധാനത്തിൻ്റെ മുൻനിഴലാക്കുന്നു. എഫേസ്യർ 2:14, യോഹന്നാൻ 14:27. വിഗ്രഹാരാധനയുടെയും ധാർമ്മിക പാപത്തിൻ്റെയും ഗൗരവം ഫിനെഹാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഠിനമായതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തിരുവെഴുത്തുകളിൽ ജനങ്ങളെ സംരക്ഷിക്കുകയും ഉടമ്പടി വിശ്വസ്തത പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതായി അവതരിപ്പിച്ചിരിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 106, 30, 31 വാക്യങ്ങൾ. ഈ വിധത്തിൽ അദ്ദേഹം പുരോഹിത ധൈര്യത്തിൻ്റെയും സത്യസന്ധതയുടെയും മാതൃകയായി മാറുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ കഥ ക്രിസ്തു ദർശനത്തിൻ്റെ വീക്ഷണത്തിൽ മനസ്സിലാക്കണമെന്ന് കത്തോലിക്ക പ്രബോധനം ആവശ്യപ്പെടുന്നു. യേശു അക്രമത്തെ നിരോധിച്ചു. അവിടുത്തെ കുന്തം കൊണ്ടല്ല, മറിച്ച് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് തീക്ഷ്ണത നിറവേറ്റിയത്. അപ്രകാരം ചെയ്യാനാണ് തൻ്റെ ശിഷ്യരെ ഉപദേശിച്ചത്. പരിമിതവും പ്രതീകാത്മകവുമായ രീതിയിൽ ഫിനെഹാസ് ചെയ്തത് ക്രിസ്തു പൂർണ്ണമായി നിറവേറ്റി. ഫിനെഹാസ് ഒരു ബാധയെ തടഞ്ഞു നിർത്തി ഇസ്രായേലിൻ്റെ സമാധാനം പുനഃസ്ഥാപിച്ചു. ക്രിസ്തു തൻ്റെ യാഗത്തിലൂടെ സാത്താൻ്റെ ബാധയെ ഇല്ലാതാക്കിക്കൊണ്ട് നവീനവും ശാശ്വതവുമായ ഉടമ്പടി സ്ഥാപിക്കുകയും എല്ലാ ആളുകളെയും ദൈവവുമായി അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു. എബ്രായർ 5 മുതൽ 10 വരെ അധ്യായങ്ങൾ, എഫേസ്യർ 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയായി ഫിനെഹാസ് നിലകൊള്ളുന്നു. ഇനി ഫിനെഹാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങൾ നോക്കാം. 1, വിശുദ്ധിയോടുള്ള തീക്ഷ്ണത. ദൈവസ്നേഹത്തിന് വിഗ്രഹാരാധനയോ ധാർമ്മിക വിട്ടുവീഴ്ചയുമോ ആയോ സഹവസിക്കാൻ കഴിവില്ലെന്ന് ഫിനെഹാസ് നമ്മെ പഠിപ്പിക്കുന്നു. ബാൽപയോറിൽ ഇസ്രായേൽ വ്യാജ ആരാധനയെ അധാർമിക പെരുമാറ്റവുമായി കലർത്തി. വിശ്വാസം ആചാരങ്ങളിലോ വാക്കുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അത് ദൈനംദിന ജീവിതത്തിനെ രൂപപ്പെടുത്തണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരാധനയും പെരുമാറ്റവും യോജിച്ചതായിരിക്കണം. ഇന്ന് നാം ഭൗതികത, അഹങ്കാരം, അധാർമിക ജീവിതശൈലികൾ തുടങ്ങിയ ആധുനിക രൂപത്തിലുള്ള വിഗ്രഹാരാധനയെ നിരസിക്കുകയും രഹസ്യവും പരസ്യവുമായി ദൈവത്തോട് വിശ്വസ്തത നിലനിർത്തുകയും വേണം. 2, നേതൃത്വത്തിലെ ധൈര്യം. മറ്റുള്ളവർ മടിക്കുന്ന ഒരു സമയത്താണ് ഫിനെഹാസ് ധീരതയോടെ പ്രവർത്തിച്ചത്.
പാപം വ്യാപിക്കുകയും നേതാക്കൾ അതിൽ ഉൾപ്പെടുകയും ചെയ്തു. വ്യക്തിപരമായ പാപങ്ങൾ, പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്നവരുടെ തെറ്റുകൾ മുഴുവൻ സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നേതൃത്വത്തിന് ധാർമ്മിക ധൈര്യം ആവശ്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം കാണിക്കുന്നു. സഭയിലും സമൂഹത്തിലും തെറ്റുകൾ നേരിടാൻ അത് ജനത്തിന് അസ്വസ്ഥമോ അപ്രീതികരമോ ആണെങ്കിൽ പോലും നേതാക്കൾ സത്യസന്ധതയോടെ തയ്യാറാകണം. ഗുരുതരമായ പാപത്തിന് മുന്നിൽ മൗനം പാലിക്കുന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയാക്കും. 3. ക്രൈസ്തവ നേതൃത്വത്തിന് മാതൃക. യോശുവ 22-ാം അധ്യായത്തിൽ ഗോത്രങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ ഫിനെഹാസ് ശ്രദ്ധാപൂർവം അവരെ ശ്രമിക്കുകയും ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു. ക്രിസ്തീയ നേതൃത്വം ദൈവത്തിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമ, സംഭാഷണം, ഐക്യത്തിനും അനുരഞ്ജനത്തിനുമുള്ള ആത്മാർത്ഥമായ ശ്രമം എന്നിവ പ്രകടമാക്കണം. 4. വിശ്വസ്തതയ്ക്ക് തലമുറകളിലൂടെ തുടരുന്ന അനുഗ്രഹം. ഫിനെഹാസിൻ്റെ തീക്ഷ്ണത നിമിത്തം ദൈവം അവന് ഒരു സമാധാന ഉടമ്പടിയും നിലനിൽക്കുന്ന പൗരോഹിത്യവും നൽകി. ഇന്നത്തെ വിശ്വസ്തത നാളുകളെയും അനുഗ്രഹിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത തലമുറകളായി കുടുംബങ്ങളെയും ഇടവകകളെയും സമൂഹങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. ഉടമ്പടിയോട് വിശ്വസ്തനായി തുടരുമ്പോൾ ചരിത്രത്തിൽ ദൈവം തൻ്റെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനുള്ള ഉപകരണങ്ങളായി നമ്മെ മാറ്റുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അഹ്റോൻ്റെ കുടുംബത്തിലെ വിശ്വസ്ത പുരോഹിതനായ ഫിനെഹാസിൻ്റെ മാതൃകയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പാപത്തിൽ നിന്ന് പിന്തിരിയാനും ഞങ്ങളുടെ ആരാധന വിശുദ്ധമായി നിലനിർത്താനും ധൈര്യത്തോടും കരുണയോടും കൂടി പ്രവർത്തിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സഭയ്ക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും ശക്തമായി നിലകൊള്ളാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നിത്യപുരോഹിതനായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് യഥാർത്ഥ സമാധാനവും വിശുദ്ധ തീക്ഷ്ണതയാൽ നിറഞ്ഞ ഹൃദയങ്ങൾ നൽകണമേ. ആമേൻ.